ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പഴയകാല കളിപ്പാട്ടമായ ഓലപ്പന്ത്, അതായത് ആട്ട എന്നൊക്കെ പറയുന്ന ഈ ഒരു ഓലപ്പന്ത് നിർമ്മിച്ചെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഓലയുടെ 2 ഇതളുകളാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഈർക്കൽ ഭാഗമില്ലേ, ആ ഒരു ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കുക. ഇതുപോലെ നമുക്ക് 2 കണ്ണിയിൽ നിന്നും നമുക്ക് ഇതുപോലെ മാറ്റിയെടുത്താൽ നമുക്കിതുപോലെ 4 ഇതളുകൾ കിട്ടും. അപ്പം നമുക്ക് 4 ഇതളുകളെയും നമ്മൾ ഇതുപോലെ വെച്ച് കറക്റ്റ് കൂട്ടിപ്പിടിക്കുക. കണ്ടോ, ഇവിടെ കറക്റ്റ് പിടിച്ചതിന് ശേഷം ഇവിടെ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് പരമാവധി ഈ ഒരു എൻഡ് വസ്തു നമുക്ക് എവിടെയാണോ പരമാവധി എൻഡ് വസ്തു കെട്ടിടാൻ പറ്റുന്നത് അവിടെ നമുക്ക് ഇതുപോലൊരു കെട്ടിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അല്പം ഇവിടെ ഒരു ഭാഗം ബാക്കി വെച്ച് ബാക്കി ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇവിടെ ചെറിയൊരു പീസ് വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ, അല്ലെങ്കിൽ ഇളകിപ്പോകും. ഇനി നമുക്ക് ഇവിടെ നമുക്ക് കണ്ടോ 4 ഇതളുകൾ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതളുകളെ നമ്മൾ ഇതുപോലെ പിടിക്കുക. കണ്ടോ, 2 ഭാഗത്തേക്കായിട്ട് ഈ 2 ഇതളുകളെ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക, ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിലേക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ എടുക്കും. കണ്ടോ, അതായത് നമുക്ക് മടഞ്ഞു വരുന്ന രീതിയിൽ, അതായത് ഇവിടെ നിന്ന് ഇതിൻ്റെ ഉൾവശത്തേക്ക് എടുക്കുക, അതുപോലെ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഭാഗത്തു നിന്നുള്ളത് ഇതിൻ്റെ മുകളിൽ കൂടി എടുത്ത് ഈ ഒരു പീസിൻ്റെ ഉള്ളിൽ കൂടി കേട്ടോ ഇതുപോലെ എടുത്താൽ, അതായത് നമുക്ക് പായയൊക്കെ മടഞ്ഞു വരുന്ന ആ ഒരു രീതിയിൽ കാണുന്ന വിധത്തിൽ ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി നമുക്കിതിനെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതിനെ രണ്ടാമത്തെ ആദ്യം നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ നമ്മൾ ഇതുപോലെ ചെയ്തത്. അപ്പോൾ നമുക്ക് 2 ഭാഗത്തേക്കും 2 ഇതളുകൾ ഇതുപോലെ വരും. കണ്ടോ, 2 ഭാഗത്തേക്കും. ഇനി നമുക്കിവിടെ മടങ്ങിപ്പോകുകയൊന്നും ചെയ്യാതെ, ഈ ഒരു ഭാഗങ്ങളൊന്നും മടങ്ങിപ്പോകുകയൊന്നും ചെയ്യാതെ ഇതുപോലെ മടഞ്ഞെടുക്കുക. കണ്ടോ, ഈ 2 ഭാഗത്തേക്ക് 2 ഇതളുകൾ വരും. ഇനി നമുക്ക് 2 3 മടയലുകൾ ഇതുപോലെ ഒന്ന് മടഞ്ഞു കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഈ 2 വശമില്ല നമ്മൾ കെട്ടിയിട്ട ഭാഗം, അത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചുരുട്ടി വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് വീണ്ടുമുള്ള ഈ ഒരു മടഞ്ഞെടുക്കുന്നത് വരിക. കണ്ടോ, അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ചുള്ള ടൈറ്റ് വെച്ച് ഇതുപോലെ മടഞ്ഞെടുക്കുക. കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇതുപോലെ മടഞ്ഞെടുക്കുമ്പോൾ ഇത് റൗണ്ടിൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് റൗണ്ടിൽ തന്നെ ഇത് മടഞ്ഞു വരും. നമ്മളത് മടക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കറക്റ്റായിട്ട് മടഞ്ഞു വരും. കേട്ടോ, അപ്പോൾ നമുക്ക് ഇനി എത്ര വണ്ണം വരെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഓലയുടെ ഇതളുകളുണ്ടോ അതിനനുസരിച്ച് നമുക്കിത് മടഞ്ഞെടുക്കാം. കണ്ടോ, ഈ ഒരു ഭാഗമൊന്നും ചുരുണ്ടു പോകുകയൊന്നും ചെയ്യാത്ത രീതിയിൽ ഇതുപോലെ കണ്ടോ, ഈ ഒരു കോണുകളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. നല്ല വൃത്തിയോടുകൂടി കോണുകളൊക്കെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഈ 2 വശം വരെ നമ്മൾ ഇതുപോലെ മടഞ്ഞെടുത്തു. ഇനി നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മടഞ്ഞെടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടഞ്ഞെടുത്ത് നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളിനി ഇതിനെ ഇവിടെയൊക്കെ ഒന്ന് നല്ലവണ്ണം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതളിനെ ഇതിൻ്റെ ഉൾവശത്ത് കൂടി ഇതുപോലെ കുത്തി ഇവിടെ നിന്ന് പുറത്തേക്കൊന്ന് വലിച്ചെടുക്കുക. കേട്ടോ, നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഇല, അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി, അതായത് നമുക്ക് ആ ഒരു മടഞ്ഞു വരുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ കറക്റ്റ് കിട്ടും. നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കുത്തിയെടുക്കേണ്ട ഭാഗം കിട്ടും. ഇതുപോലെ ചെയ്യുക. ഇനി നമുക്ക് ഇതിനെയും കേട്ടോ നമുക്ക് ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ നമുക്കത് കിട്ടും. നമ്മൾ ആ ഒരു ഹോളിൽ കൂടി മടഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൂടെ നമുക്കിതുപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്താൽ മതി. ഇതുപോലെ ടൈറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ഇവിടെ ഉള്ളിൽ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പരമാവധി എത്രയുണ്ടോ അതനുസരിച്ച് മടഞ്ഞു കൊടുക്കാം. എന്നാൽ നമുക്ക് ഇതുപോലെ എത്തുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഈ 2 വസ്തു കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ആട്ട, അതായത് ഓലപ്പന്ത് നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ